ട്രിഗേലി. ഐക്യരാഷ്ട്രസഭയുടെ ആദ്യത്തെ സെക്രട്ടറി ജനറലാണ് ട്രിഗേലി. രാജിവെച്ച ആദ്യ സെക്രട്ടറി ജനറലാണ് ട്രിഗേലി. യൂറോപ്യൻകാരനായ ആദ്യ സെക്രട്ടറി ജനറലാണ് ട്രിഗേലി. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ നിന്നുള്ള ആദ്യ സെക്രട്ടറി ജനറലാണ് ട്രിഗേലി. ഇനി ഡാഗ് ഹാമർഷോൾഡ്. അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ സെക്രട്ടറി ജനറലാണ് ഡാഗ് ഹാമർഷോൾഡ്. 1961 നോർത്തേൺ റഡോഷ്യയിൽ വെച്ച് വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട സെക്രട്ടറി ജനറലാണ് ഡാഗ് ഹാമർഷോൾഡ്. മരണാനന്തരം നൊബേൽ സമ്മാനം ലഭിച്ച ആദ്യ സെക്രട്ടറി ജനറലാണ് ഡാഗ് ഹാമർഷോൾഡ്. 1961 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനമാണ് ലഭിച്ചത്. മരണപ്പെടുന്ന UN സമാധാന പോരാളികൾക്ക് UNO നൽകുന്ന അവാർഡാണ് ഡാഗ് ഹാമർഷോൾഡ് അവാർഡ്. ന്യൂയോർക്കിലുള്ള UN ലൈബ്രറി ഡാഗ് ഹാമർഷോൾഡിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി അടുത്ത് യൂത്താൻഡ്. സെക്രട്ടറി ജനറലായ ആദ്യ ഏഷ്യക്കാരനാണ് യൂത്താൻഡ്. ഏറ്റവും കൂടുതൽ കാലം സെക്രട്ടറി ജനറൽ സ്ഥാനം വഹിച്ച വ്യക്തി കൂടിയാണ് യൂത്താൻഡ്. ജവഹർലാൽ നെഹ്റു ഇൻ്റർനാഷണൽ അവാർഡ് ലഭിച്ച ആദ്യത്തെ വ്യക്തിയാണ് യൂത്താൻഡ്. 1965. കുർട്ട് വാൾഡ്ഹൈം. സെക്രട്ടറി ജനറൽ സ്ഥാനം വഹിച്ച ശേഷം ഒരു രാജ്യത്തിൻ്റെ രാഷ്ട്രപതിയായ വ്യക്തിയാണ് കുർട്ട് വാൾഡ്ഹൈം. അടുത്ത് ജാവിയർ പെരസ് ഡിക്വയർ. സെക്രട്ടറി ജനറൽ ആയതിനു ശേഷം ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് ജാവിയർ പെരസ് ഡിക്വയർ. അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നുള്ള ആദ്യ സെക്രട്ടറി ജനറലാണ് ജാവിയർ പെരസ് ഡിക്വയർ. അടുത്ത് ബുട്രോസ് ഹാലി. ആഫ്രിക്കക്കാരനായ ആദ്യ സെക്രട്ടറി ജനറലാണ് ബുട്രോസ് ഹാലി. ഏറ്റവും കുറച്ചു കാലം സെക്രട്ടറി ജനറലായ വ്യക്തിയാണ് ബുട്രോസ് ഹാലി. അടുത്ത് കോഫി അന്നർ. കറുത്ത വർഗ്ഗക്കാരനായ ആദ്യ സെക്രട്ടറി ജനറലാണ് കോഫി അന്നർ. നൊബേൽ സമ്മാനം ലഭിച്ച രണ്ടാമത്തെ സെക്രട്ടറി ജനറൽ കൂടിയാണ് കോഫി അന്നർ. 2001 UN സമാധാന നൊബേൽ സമ്മാനം ലഭിച്ച വ്യക്തി കൂടിയാണ് കോഫി അന്നർ. ബാൻ കി മൂൺ. UN സെക്രട്ടറി ജനറലാകുന്ന രണ്ടാമത്തെ ഏഷ്യക്കാരനാണ് ബാൻ കി മൂൺ. ബാൻ കി മൂണിനെതിരെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഇന്ത്യക്കാരനാണ് ശശി തരൂർ. ആന്റോണിയോ ഗുട്ടേറസ്. നിലവിൽ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലാണ് ആന്റോണിയോ ഗുട്ടേറസ്. ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആയതിനു ശേഷം UN സെക്രട്ടറി ജനറലാകുന്ന ആദ്യത്തെ വ്യക്തി കൂടിയാണ് ആന്റോണിയോ ഗുട്ടേറസ്. ആന്റോണിയോ ഗുട്ടേറസ് ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലാകുന്ന എത്രാമത്തെ വ്യക്തിയാണെന്ന് വെച്ചാൽ 9ാമത്തെ വ്യക്തിയാണ്. ഇനി അടുത്ത് ശീതസമരത്തിനു ശേഷമുള്ള ഐക്യരാഷ്ട്ര സംഘടനാ പരിഷ്കരണം. ശീതയുദ്ധത്തിനു ശേഷം വന്ന പ്രധാന മാറ്റങ്ങൾ: സോവിയറ്റ് യൂണിയൻ ശിഥിലമായി, US ഏറ്റവും വലിയ ശക്തിയായി, അമേരിക്കയും സോവിയറ്റ് യൂണിയൻ്റെ പിൻഗാമിയായ റഷ്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ സഹകരണാത്മകമായി, ചൈന അതിവേഗം വളരുന്ന വൻ ശക്തിയായി, ഇന്ത്യയും വേഗത്തിൽ വളർന്നുകൊണ്ടിരുന്നു, ഏഷ്യയിലെ സമ്പദ് വ്യവസ്ഥകൾ മുമ്പില്ലാത്ത തോതിൽ വളർന്നുകൊണ്ടിരുന്നു, പുതിയ ധാരാളം രാജ്യങ്ങൾ ഐക്യരാഷ്ട്ര സംഘടനയിൽ ചേർന്നു, സോവിയറ്റ് യൂണിയനിൽ നിന്നോ കിഴക്കൻ യൂറോപ്പിലെ മുൻ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ നിന്നോ അവർ സ്വാതന്ത്ര്യം പ്രാപിച്ചതിനാൽ. അതുപോലെ പുതിയ ഒരുപാട് വെല്ലുവിളികളെ ലോകം അഭിമുഖീകരിച്ചു. വംശഹത്യ, ആഭ്യന്തര യുദ്ധം, വംശീയ സംഘർഷം, ഭീകരത, ആണവ വ്യാപനം, കാലാവസ്ഥാ വ്യതിയാനം, പരിസ്ഥിതി അപചയം, പകർച്ചവ്യാധികൾ തുടങ്ങിയവ. ശീതസമരം അവസാനിപ്പിച്ചപ്പോൾ കാലഘട്ടത്തിലെ പുതിയ വെല്ലുവിളികളെ നേരിടാൻ തക്കതായി ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാർട്ടറിൽ മാറ്റങ്ങൾ വരുത്തണമെന്ന് ആവശ്യങ്ങൾ ഉയർന്നുവന്നു. പ്രധാനമായും 2 തരത്തിലുള്ള അടിസ്ഥാന പരിഷ്കാരങ്ങളാണ് നിർദ്ദേശിക്കപ്പെട്ടത്: സംഘടനയുടെ ഘടനയിലും പ്രവർത്തനത്തിലുള്ള പരിഷ്കരണം, സംഘടനയുടെയും അധികാരപരിധിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും പുനഃപരിശോധനയും. അതിലൊന്നാമത്തെ സംഘടനയുടെ ഘടനയിലും പ്രവർത്തനങ്ങളിലുമുള്ള പരിഷ്കരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സുരക്ഷാ സമിതിയുടെ പ്രവർത്തനങ്ങൾ പരിഷ്കരിക്കുകയും കൂടുതൽ അംഗങ്ങളെ ഉൾപ്പെടുത്തി സംഘടന വിപുലീകരിക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനമായും നിർദ്ദേശിക്കപ്പെട്ട ആവശ്യം. പൊതുസഭയിൽ അംഗരാജ്യങ്ങളുടെ എണ്ണം കൂടിയിട്ടും അതിന് ആനുപാതികമായി സുരക്ഷാ സമിതിയിലെ അംഗസംഖ്യ ഉയർത്തിയിട്ടില്ല. UN തീരുമാനങ്ങൾ പാശ്ചാത്യ സങ്കല്പങ്ങളെ മാത്രം പ്രതിഫലിപ്പിക്കുന്നതും അവയാൽ നിയന്ത്രിക്കപ്പെടുന്നതുമാണ്. 1992 UN പൊതുസഭ ഇത് സംബന്ധിച്ച് ഒരു പ്രമേയം അംഗീകരിക്കുകയുണ്ടായി. പുതിയ അംഗത്തിന് വേണ്ട പ്രധാന യോഗ്യതകൾ: ഒരു പ്രധാന സാമ്പത്തിക ശക്തിയായിരിക്കണം, ഒരു പ്രധാന സൈനിക ശക്തിയായിരിക്കണം, UN ബജറ്റിലേക്ക് ഗണ്യമായ സംഭാവനകൾ നൽകുന്ന രാജ്യമാകണം, ജനസംഖ്യാടിസ്ഥാനത്തിൽ വലിയ രാജ്യമായിരിക്കണം,
ജനാധിപത്യത്തെയും മനുഷ്യാവകാശങ്ങളെയും ആദരിക്കുന്ന രാജ്യമായിരിക്കണം. ഭൂമിശാസ്ത്രം, സംസ്കാരം, സാമ്പത്തിക വ്യവസ്ഥകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ലോകത്തിലെ വൈവിധ്യം സമിതിയിൽ പ്രതിനിധീകരിക്കാൻ കഴിയുന്ന രാജ്യമായിരിക്കണം. ഇനി അടുത്ത് ഐക്യരാഷ്ട്ര സംഘടനയുടെ അധികാരപരിധി.